നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് സെന്ററിൽ വർഷങ്ങളായി സ്കൂട്ടറിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന 67കാരനെ കബളിപ്പിച്ച് 3350 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളുമായി അജ്ഞാതൻ മുങ്ങി. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. മൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി. പന്നിത്തടം നീണ്ടൂർ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് കോടതി ശിക്ഷിച്ചത്. ആളൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു. കിഴക്കാളൂരിലെ ക്ഷേത്ര മൈതാനിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷണം പോയത്. മേഖലയിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം സജീവമായതിനാൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് തുറന്ന് സമ്മതിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ബസ് സ്റ്റാൻഡ് ചിങ്ങം 1 മുമ്പ് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ അടച്ചുകിട്ടിയത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തുറക്കുമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ. അന്ത്യപ്രവാചകന്റെ പുണ്യപ്പിറവിയാൽ അനുഗ്രഹീതമായ റബീ ഉൽ അവൽ മാസത്തെ വരവേറ്റ വിശ്വാസികൾ. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾക്കൊരുങ്ങി മുസ്ലിം സമൂഹം. വാർത്തകൾ വിശദമായി. ചാവക്കാട് സെന്ററിൽ വർഷങ്ങളായി സ്കൂട്ടറിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന 67കാരനെ കബളിപ്പിച്ച് 3350 രൂപയുടെ 67 ലോട്ടറി ടിക്കറ്റുകളുമായി അജ്ഞാതൻ മുങ്ങി. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. റോഡരികിൽ സ്കൂട്ടറിൽ കച്ചവടം നടത്തുന്ന ചാവക്കാട് സ്വദേശിയായ പള്ളിപ്പറമ്പിൽ അസൈനാരുടെ ലോട്ടറി ടിക്കറ്റുകളാണ് തന്ത്രപരമായി കവർന്നത്. തന്റെ കയ്യിൽ 12,000 രൂപയുടെ ലോട്ടറി സമ്മാനാർഹമായ ടിക്കറ്റ് ഉണ്ടെന്ന് അസൈനാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തുടർന്ന് സമ്മാനത്തുകയ്ക്ക് പകരമായി കാരുണ്യ ലോട്ടറിയുടെ 5 സെറ്റ് ടിക്കറ്റുകളും 7 ഒറ്റ ടിക്കറ്റുകളും ഉൾപ്പെടെ 3350 രൂപയുടെ ടിക്കറ്റുകൾ തട്ടിയെടുക്കുകയായിരുന്നു. ടിക്കറ്റുകൾ കൈക്കലാക്കിയ ശേഷം പണമോ സമ്മാന ടിക്കറ്റോ നൽകാതെ തട്ടിപ്പുകാരൻ കടന്നുകളഞ്ഞു. സംഭവത്തിൽ അസൈനാർ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരാൾ വന്നിട്ട് ഒരു 5 സെറ്റ് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, കാറിന് പ്ലസ്. അങ്ങനെ 5 സെറ്റ് ടിക്കറ്റും ഒരു 7 ടിക്കറ്റ് വേറെ എടുത്തു. അങ്ങനെ മൊത്തം 67 ടിക്കറ്റ്. അത് 12,000 രൂപ പ്രൈസ് ടിക്കറ്റിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് നിന്നിരുന്നത്. ഞാൻ ആൾ നിൽക്കുന്നതിനൊപ്പം തന്നെ ഇപ്പുറത്തെ ഒരാൾ ടിക്കറ്റിന് വന്നപ്പോൾ ആൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് മുങ്ങി. പിന്നെ അയാളെ ഞാൻ പല ഭാഗത്തും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ വിവരങ്ങളൊന്നും വേറെ കിട്ടിയിട്ടില്ല. ഒരു 3350 രൂപ ടിക്കറ്റാണെന്നല്ലേ ഇയാൾ കൊണ്ടുപോയിട്ടുള്ളത്. 3 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി. പന്നിത്തടം നീണ്ടൂർ ദുബായ് റോഡിൽ അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് സുധീഷ് കുമാർ എസ് ശിക്ഷിച്ചത്. അതിജീവിതയുടെ അയൽവാസിയും കുടുംബ സുഹൃത്തുമായ പ്രതി അതിജീവിതയ്ക്ക് മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചുകൊടുത്ത് അടുപ്പം സ്ഥാപിച്ച പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി കരയുന്നത് കേട്ടെത്തിയ സഹോദരിയാണ് വിവരം വീട്ടുകാരെ അറിയിച്ചത്. എരുമപ്പെട്ടി പോലീസ് എസ്ഐ KS ഓമന രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SI ജോണി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ 15 സാക്ഷികളെ വിസ്തരിച്ചു. 23 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുവാനും അല്ലാത്തപക്ഷം വിവിധ വകുപ്പുകളിലായി 1 വർഷം അധിക തടവ് അനുഭവിക്കാനും കോടതി ശിക്ഷ വിധിച്ചു. അതിജീവിതയുടെ സഹോദരിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമ കേസിൽ കോടതി നേരത്തെ പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളതാണ്. വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോയി. ആളൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികളുടെ ബാറ്ററികളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കവർച്ച. ഡ്രൈവർമാർ രാവിലെ വാഹനമെടുക്കാൻ എത്തിയപ്പോഴാണ് ബാറ്ററികൾ മോഷണം പോയ വിവരം അറിയുന്നത്. കിഴക്കാളൂരിലെ KK സൺസിന്റെ ഉടമസ്ഥതയിലുള്ള 3 വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷണം പോയത്. വാഹനങ്ങളിൽ ഘടിപ്പിച്ച ബാറ്ററികളുടെ നട്ടും ബോൾട്ടും അഴിച്ചെടുത്താണ് ബാറ്ററികൾ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു വാഹനത്തിന്റെ ബാറ്ററി അഴിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും വിജയിക്കാത്തതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. KL 42 G 8081, KL 08 AA 3555, KL 48 G 9058 എന്നീ രജിസ്ട്രേഷൻ നമ്പറുകളിലുള്ള
വാഹനങ്ങളിലെ ബാറ്ററിയാണ് മോഷണം പോയത്. കിഴക്കാളൂർ മടപ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷണം പോയത്. ടൂറിസ്റ്റ് ബസ്സുകളും ടിപ്പർ ലോറികളും JCBയും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മോഷണം നടക്കുന്നത് ആദ്യമായിട്ടാണെന്ന് വാഹന ഉടമ സതീശൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ കാലത്ത് വന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ ബാറ്ററി 3 വണ്ടിയുടെ ഇതിൻ്റെ ബാക്കിൽ 2 വണ്ടിയുടെ ബാറ്ററി കാണാനില്ല. 3 വണ്ടിയുടെ പിന്നെ ഒരെണ്ണം അയക്കാനും നോക്കി, കിട്ടിയിട്ടില്ല. നേരം വലിച്ചാൽ വന്ന് നോക്കിയപ്പോഴാണ് ബാറ്ററി കാണാനില്ല. വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോയതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമ കിഴക്കാളൂർ സ്വദേശി സതീശൻ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മറ്റു സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അരിയന്നൂരിലെ വർക്ക്ഷോപ്പ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ബാറ്ററികളും മോഷണം പോയതായി പരാതിയുണ്ട്. മേഖലയിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം സജീവമായതിനാൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഇതിനകം ഉയർന്നിട്ടുണ്ട്. ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ആദ്യഘട്ടമായി 12 പേർക്ക് നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു. 56 കക്ഷികൾക്കാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. 11 കോടി രൂപ കിഫ്ബി പദ്ധതി പ്രകാരം നഷ്ടപരിഹാരം നൽകുന്നതിന് അക്വിസിഷൻ ഓഫീസറായ സ്പെഷ്യൽ തഹസിൽദാർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ രേഖകളും സമർപ്പിച്ച 12 കക്ഷികളുടെ ക്യാഷ് വിതരണമാണ് നടന്നത്. 30-ലധികം ആളുകൾ രേഖകൾ സമർപ്പിച്ചതായും പരിശോധന പൂർത്തിയാക്കി മുഴുവൻ ആളുകൾക്കും ഉടൻ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചാവക്കാട് നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, ഡെപ്യൂട്ടി കളക്ടർ TB ബിന്ദു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH സലാം, യതീന്ദ്രദാസ്, രഞ്ജിത് കുമാർ, സഫൂറ ബക്കർ, ലിഷ മത്രംകോട്ട്, കൌൺസിലർ KA വിശ്വംഭരൻ, സ്പെഷ്യൽ തഹസിൽദാർ ഗീവർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പുനേർകുളം ഉപ്പുങ്ങലിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു. പുഞ്ചപ്പാടം റോഡിന് സമീപം താമസിക്കുന്ന എരണ്ടൻകട്ടയിൽ മുഹമ്മദിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. ഇവിടെ അപകടകരമായ തരത്തിൽ വളവുള്ളതിനാൽ ഇത്തരത്തിലുള്ള അപകടം നിത്യസംഭവമാണ്. പുഞ്ചപ്പാടം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മാർബിൾ ബലകവും തകർന്നിട്ടുണ്ട്. ചങ്ങരംകുളത്ത് നിന്ന് പുന്നേർകുളത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നെങ്കിലും കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് തുറന്നു സമ്മതിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് ചിങ്ങം 1 മുമ്പ് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ അടച്ചുകെട്ടിയത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ CS സൂരജ്, ആൻഡോ തോമസ്, K നവാസ്, KJ ചാക്കോ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, KP ഉദയൻ, OKR മണികണ്ഠൻ, R രവികുമാർ, ബീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അടച്ചുകെട്ടിയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലെ ഒരു അനിശ്ചിതകാല സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്, തുടക്കം കുറിക്കുന്നത്. വലിയ സമര പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാവനമായ ക്ഷേത്ര നഗരിയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള ബസ് സ്റ്റാൻഡിന്റെ അടച്ചുകെട്ടൽ അത് തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു, ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് പറയുന്നു, ഞങ്ങൾ ഈ പ്രദേശത്തെ കോൺഗ്രസുകാർ, UDFകാർ, ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പരസ്യമായി അത് തള്ളിത്തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പുണ്യപ്പിറവിയാൽ അനുഗ്രഹീതമായ റബീ ഉൽ അവൽ മാസത്തെ വരവേറ്റ് വിശ്വാസികൾ. ഹിജ്റ വർഷത്തിലെ 3ാമത്തെ മാസമായ റബീ ഉൽ അവൽ പ്രവാചക പ്രകീർത്തനങ്ങളാലും ഭക്തിനിർഭരമായ സദസ്സുകളാലും സമ്പന്നമാകും. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ഹിജ്റ വർഷത്തിലെ 2ാം മാസമായ സഫർ 29-നാണ് റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായത്.
ഇതുപ്രകാരം ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച റബിയുൽ അവൽ 1 മീലാദ് ഷെരീഫ് അഥവാ റബിയുൽ അവൽ 12 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയും ആയിരിക്കുമെന്ന് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാർ പ്രഖ്യാപിച്ചിരുന്നു. റബിയുൽ അവൽ മാസപ്പിറവിയോടെ സംസ്ഥാനത്തെ വിവിധ മസ്ജിദുകളിലും വീടുകളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മൗലീദ് പാരായണങ്ങൾക്കും പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും തുടക്കമായി. പ്രവാചകന്റെ സ്നേഹവും കാരുണ്യവും വിളിച്ചോതുന്ന സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആത്മീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പള്ളികളിലും മദ്രസകളിലും പ്രത്യേക മൗലീദ് പാരായണവും പ്രാർത്ഥനകളും മധുര വിതരണവും നടക്കും. റബിയുൽ അവൽ 12 നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി മദ്രസകൾ കേന്ദ്രീകരിച്ചും മഹല്ല് സംയുക്തമായും വർണ്ണാഭമായ റാലികളും വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും നടക്കും. ഇതിന്റെ ഭാഗമായി പ്രവാചകചര്യ മുൻനിർത്തി പാവപ്പെട്ടവർക്ക് ഭക്ഷണ വിതരണം, വസ്ത്രദാനം, രോഗീ പരിചരണം തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങളും പുണ്യമാസത്തിൽ വ്യാപകമായി സംഘടിപ്പിക്കും. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഏറെ ആദരവോടെ കാണുന്ന ഈ ദിനങ്ങളിൽ പ്രവാചക സന്ദേശ പ്രഭാഷണങ്ങളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. കൊനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ സ്ഥാപന തിരുനാളിന് തുടക്കമായി. വെള്ളി ശനി ദിവസങ്ങളിലായാണ് ഇടവകയിലെ 102ാം സ്ഥാപന തിരുനാൾ ആഘോഷിക്കുന്നത്. ആഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ ദേവാലയത്തിൽ നടന്നു. വെള്ളിയാഴ്ച രാവിലെ ഇടവക വികാരി കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണമായി രൂപം എഴുന്നള്ളിച്ചുവെക്കലും വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം, കുരിശ് എന്നിവ വെഞ്ചരിച്ച് നൽകലും നടന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം, കുരിശ് എന്നിവ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രി 10-ന് ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ആഗസ്റ്റ് 15-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രജോ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സെൽജോ വെളിയന്നൂർക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദക്ഷിണം കൂനമുച്ചി സെന്റർ ചുറ്റി ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, KV ജോയ്, കേന്ദ്ര സമിതി പ്രസിഡന്റ് AJ ജോൺസൺ, സെക്രട്ടറി TL സാബു, ട്രഷറർ MK ഷാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആധുനിക സാങ്കേതിക മുന്നേറ്റങ്ങളും അവ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വിഷയമാക്കി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചു. പുത്തൻ സാങ്കേതികവിദ്യയും കുടുംബഘടനയും എന്ന വിഷയത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ യുഗത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും സാങ്കേതികവിദ്യയുടെ ഉത്തരവാദിത്തവുമുള്ള ഉപയോഗവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരൻ രാംമോഹൻ പാലിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, വാർഡ് കൌൺസിലർ മിനി മോൻസി, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യം ശനിയാഴ്ച 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ 3 പതിറ്റാണ്ടിലേറെ രാജ്യത്തിന്റെ കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ച ചാലിശ്ശേരി കടവാരത്ത് വീട്ടിൽ ക്യാപ്റ്റൻ K സുബ്രഹ്മണ്യന് ഇത് അഭിമാനത്തിന്റെയും ഓർമ്മകളുടെയും ദിനമാണ്. 88ാം വയസ്സിലും സൈനിക സേവനകാലത്തെ ഓർമ്മകളും മെഡലുകളും ബഹുമതികളും നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. രാജ്യത്തിന്റെ നിർണായക സൈനിക ഘട്ടങ്ങൾക്ക് സാക്ഷിയായ സൈനികൻ കൂടിയാണ്. 1961-62 ഇന്ത്യ ചൈന സംഘർഷകാലത്തും 1965-1971 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തും സൈനിക സേവനത്തിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ 1959-ലാണ് സേനയിൽ ചേർന്നത്. വയർലെസ് ഓപ്പറേറ്ററായി സൈനിക ജീവിതം ആരംഭിച്ച അദ്ദേഹം നാഗാലാൻഡ്, മണിപ്പൂർ, അമൃതസർ, കൽക്കത്ത, ജലന്ധർ, ഗോവ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ജബൽപൂരിൽ നിന്ന് 1989-ൽ ക്യാപ്റ്റനായി വിരമിച്ചു. 31 വർഷത്തോളം നീണ്ടുനിന്ന സൈനിക സേവനമാണ് അദ്ദേഹത്തിന്റേത്. ചാലിശ്ശേരി SSUP സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ച സുബ്രഹ്മണ്യൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചാത്തന്നൂരിലാണ് പൂർത്തിയാക്കിയത്. സൈനിക ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവങ്ങൾ നാഗാലാൻഡിലെ സേവനകാലത്തേതാണെന്ന് അദ്ദേഹം പറയുന്നു. കൃത്യമായ താമസ സൗകര്യങ്ങളോ ആവശ്യമായ കെട്ടിടങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു സേവനം. വാർത്താവിനിമയത്തിനായി ലൈൻ കമ്മ്യൂണിക്കേഷനു പകരം വയർലെസ് സംവിധാനമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പ്രത്യേക വാഹനങ്ങളിൽ ഘടിപ്പിച്ച ഉപകരണങ്ങളിലൂടെയായിരുന്നു സന്ദേശങ്ങൾ കൈമാറിയത്. പ്രതികൂല കാലാവസ്ഥയിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും വാഹനങ്ങളിൽ ഇരുന്നു തന്നെ വയർലെസ് ഓപ്പറേഷൻസ് നിർവഹിക്കേണ്ടി വന്നിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു. ഫിസിക്കൽ ട്രെയിനിങ്ങോട്ടൊന്നും അത്ര ടഫ് ഒന്നുമില്ല. ആദ്യത്തേതുപോലുള്ള ഡിസിപ്ലിനും വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ
കൂടുതൽ ഡിസ്പ്ലിൻ വളരെ ഇതാണ്. ഡിസ്പ്ലിൻ ഇല്ലാതെ ആർമി നടക്കില്ല. 65-ലുണ്ട്, അത് ഇന്ത്യ പാക്ക്. പിന്നെ 71-ലുണ്ട്, ബംഗ്ലാദേശ് വാർ, ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫീൽഡിലുണ്ടായിരുന്നു. വളരെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതൊക്കെയാണ് അന്നത്തെ ട്രെയിനിങ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ റിക്രൂട്ട്സും അല്ലെങ്കിൽ ട്രെയിനീസ് വരുന്നവരും ഇന്നത്തെ റിക്രൂട്ട്സും ട്രെയിനീസൊക്കെ തമ്മിൽ ഭൂമി ആകാശം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെയായിരുന്നു. ഈ ആസാമിലുണ്ട് ഗൂർഖാസ്, അവരുടെ ഒരായുധമാണിത്. ഇത് കൊക്കറി എന്നാ പറയണത്. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷവും പൊതുരംഗത്ത് സജീവമായിരുന്ന സുബ്രഹ്മണ്യൻ 10 വർഷത്തോളം ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചു. മികച്ച കർഷകൻ കൂടിയായ അദ്ദേഹം നിലവിൽ തൃത്താല ബ്ലോക്ക് എക്സ് സർവീസ് അസോസിയേഷൻ പ്രസിഡന്റാണ്. രാജ്യത്തിന്റെ അതിർത്തികൾക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി ജീവിതത്തിലെ 3 പതിറ്റാണ്ടിലേറെ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് രാജ്യസേവനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പാഠമാണ്. സ്വാതന്ത്ര്യദിനം വീണ്ടും എത്തുമ്പോൾ രാജ്യത്തിനായി കാവൽ നിന്ന കാലത്തിന്റെ ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിമാനത്തോടെ നിറയുകയാണ്. പരേതയായ വിശാലക്ഷ്മിയാണ് സഹധർമ്മിണി. പരേതനായ ഹരീഷ് കുമാർ, ബിന്ദു, സിന്ധു എന്നിവർ മക്കളും പ്രജിഷ, വിനോദ്, മനോജ് എന്നിവർ മരുമക്കളുമാണ്. ഓർത്തഡോക്സ് സഭാ ചരിത്ര പണ്ഡിതൻ ഫാദർ ഡോക്ടർ ജോസഫ് ചീരന ജന്മനാട് വിട ചൊല്ലി. പഴഞ്ഞ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് ശേഷം ഖബറടക്കം നടത്തി. ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, യൂഹന്നാൻ മാർ പോളികാർപ്പോസ് എന്നിവരും സഭയിലെ വൈദികരും കാർമ്മികത്വം വഹിച്ചു. അങ്ങാടി ചുറ്റി നാട് കാണിക്കൽ, മദ്ബഹയോട് വിടചൊല്ലൽ തുടങ്ങി വിവിധ ഘട്ടത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷമായിരുന്നു ഖബറടക്കം. വിവിധ ഭദ്രാസനത്തിലെ വൈദികരും വിശ്വാസികളും ശുശ്രൂഷകൾക്ക് എത്തിയിരുന്നു. വിദ്യാർത്ഥികളിൽ പോഷകാഹാരശീലം വളർത്തുന്നതിനും വിവിധ പഴവർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം കൃഷിഭവൻ നടപ്പാക്കുന്ന ബലമിത്രം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം ഡെഫ് സ്കൂളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ കൃഷിഭവന് കീഴിലുള്ള 12 വിദ്യാലയങ്ങളിലാണ് പദ്ധതിയുടെ ഭാഗമായി വിവിധ പഴവർഗ്ഗ തൈകൾ വിതരണം ചെയ്ത് ഫലത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം കൃഷിയുമായി നേരിട്ട് പരിചയപ്പെടാനും തൈകളുടെ പരിപാലനത്തിലൂടെ കാർഷിക ബോധം വളർത്താനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെയായിരിക്കും സ്കൂൾ പരിസരങ്ങളിൽ ഫലത്തോട്ടങ്ങൾ പരിപാലിക്കുക. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ ഒരുക്കുന്ന ഫലത്തോട്ടങ്ങൾക്ക് മല്ലിക്കൂട്ട്, അമ്രക്കൂട്ട്, കിരൺകൂട്ട്, രത്നക്കൂട്ട്, നീലക്കൂട്ട്, അരുണക്കൂട്ട്, മഞ്ചരിക്കൂട്ട്, കനകക്കൂട്ട്, സിന്ധുക്കൂട്ട്, അമൃതക്കൂട്ട്, സുവർണക്കൂട്ട് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൌൺസിലർ ബീന ബാബു എന്നിവർ ആശംസകൾ നേർന്നു. കുന്നംകുളം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കൌസിയ ടീച്ചർ, ഗവൺമെന്റ് ഹൈസ്കൂൾ ഫോർ ഡെഫ് ഹെഡ്മിസ്ട്രസ് ഡോക്ടർ സിതാര JR, ഗവൺമെന്റ് VHSS ഫോർ ഡെഫ് പ്രിൻസിപ്പാൾ വിപിൻ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കൃഷി ഓഫീസർ S. ജയൻ പദ്ധതി വിശദീകരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇല്ലന്നറ തൃപ്പുത്തരി, പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയോട്ട് എന്നീ ചടങ്ങുകൾ ഓഗസ്റ്റ് 16 ഞായറാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5:30 പ്രത്യേകം തയ്യാറാക്കി വച്ചിരിക്കുന്ന 250ഓളം കതിർക്കറ്റകൾ ക്ഷേത്രത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ എത്തിക്കുകയും ക്ഷേത്രമേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജിച്ചതിനുശേഷം 8:30 മുതൽ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യും. രാവിലെ 5:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും അതിനുശേഷം ഗജപൂജ കഴിഞ്ഞ് ആനയൂട്ട് ചടങ്ങുകളുമുണ്ടാകും. അന്നേ ദിവസം വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തരി പായസവും ഉണ്ടായിരിക്കും. 500 ലിറ്റർ പുത്തരി പായസം നിവേദിക്കും. ചെമ്മന്തട്ട പാടശേഖരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കതിർക്കറ്റകളാണ് ചടങ്ങിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന വിശേഷാൽ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുമെന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ചങ്ങരംകുളം സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ആലങ്കോട്, നന്നമുക്ക് വില്ലേജ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം.
CPM ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ചങ്ങരംകുളം ടൗൺ ചുറ്റി ഹൈവേയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ആരിഫ് നാസർ അധ്യക്ഷത വഹിച്ചു. മുൻ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമായ മിസ്രിയ സൈഫുദ്ദീൻ, CPM ആലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV ഉണ്ണി, നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. അജയ് ഘോഷ്, എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം VV കുഞ്ഞുമുഹമ്മദ്, ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രബിത എന്നിവർ സംസാരിച്ചു. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വാതന്ത്ര്യദിന വിപണിയിൽ പ്രതീക്ഷിച്ച തിരക്കിന്റെ ആരവമില്ല. മഴക്കെടുതി ചെറുകിട കച്ചവടക്കാരെ നിരാശയിലാക്കി. ദേശീയ പതാകകളും ത്രിവർണ്ണ നിറങ്ങളിലുള്ള അലങ്കാരങ്ങളും കടകളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും കച്ചവടത്തിൽ കാര്യമായ ഉണർവുണ്ടായിട്ടില്ല. ദേശീയ പതാകകൾ, ബാഡ്ജുകൾ, ത്രിവർണ്ണ തോരണങ്ങൾ, വിവിധ അലങ്കാര വസ്തുക്കൾ എന്നിവ കടകളിൽ നിരന്നിട്ടുണ്ടെങ്കിലും വിൽപ്പന പ്രതീക്ഷിച്ച തോതിൽ ഉയർന്നിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ശക്തമായ മഴ മൊത്ത കച്ചവടത്തെയും ബാധിച്ചിട്ടുണ്ട്. ലോകകപ്പ് ആഘോഷകാലത്ത് കണ്ട ആവേശത്തിനും കച്ചവട തിരക്കിനും ഒപ്പമെത്താൻ ഇത്തവണ സ്വാതന്ത്ര്യദിന വിപണിക്കായിട്ടില്ല. മഴയും പൊതുവിപണിയിലെ മാന്ദ്യവും ആഘോഷ വിപണിയിലും പ്രതിഫലിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചവരെ വെയിൽ തെളിഞ്ഞത് വിപണിക്ക് നേരിയ ആശ്വാസമായെങ്കിലും പിന്നീട് കാലാവസ്ഥ മാറിയതോടെ മഴയുടെ ആശങ്ക വീണ്ടും ഉയർന്നു. മഴ തുടർന്നാൽ ആഘോഷ സാധനങ്ങളുടെ വിൽപ്പനയെയും വിപണിയിലെ തിരക്കിനെയും കൂടുതൽ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. സ്വാതന്ത്ര്യദിനം ശനിയാഴ്ചയും തൊട്ടുപിന്നാലെ ഞായറാഴ്ച അവധിയായതും വിപണിയുടെ പ്രതീക്ഷകൾക്ക് നിറമങ്ങാൻ കാരണമായിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ മഴ മാറി നിൽക്കണമെന്ന പ്രാർത്ഥനയിലാണ് ചെറുകിട കച്ചവടക്കാർ. ആഘോഷത്തിന്റെ ത്രിവർണ്ണ നിറങ്ങൾ വിപണിയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കച്ചവടത്തിന്റെ പുഞ്ചിരിക്ക് ഇത്തവണ മങ്ങലാണ്. ചെറുനെല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെ നേർചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ KP ജോസഫ്, PTA പ്രസിഡന്റ് സുനിത ഷിജു, MPTA പ്രസിഡന്റ് CH ഋഷീന, CF ലിൻഡ, PV വിൻസി, CF ഫെമി എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി പ്രദർശനം 3 ദിവസമുണ്ടാകും. CITU കുന്നംകുളം മുനിസിപ്പൽ കോർഡിനേഷൻ സമ്മേളനം TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടത്തി. PM സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, CITU നേതാക്കളായ PM സോമൻ, MN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കൺവീനർ KA അസീസ്, ജോയിന്റ് കൺവീനർ സുനീഷ് അയിനപ്പുള്ളി എന്നിവരെ തെരഞ്ഞെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിപ്രസാദ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ പുഷ്പാകരൻ, ജുലറ്റ് വിനു, സച്ചിൻ പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജിനി, രമ വേലായുധൻ, ആൻഡോ പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, TK ഹക്കീം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 9 വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് മുതിർന്ന വ്യാപാരികളായ ജോസ് VP, അപ്പച്ചൻ CI എന്നിവരെ വീടുകളിലെത്തി പൊന്നാടയണിയിച്ച് സ്നേഹസമ്മാനം നൽകി ആദരിച്ചു. പതിറ്റാണ്ടുകളുടെ അനുഭവസമ്പത്തും കച്ചവട രംഗത്തെ പുതിയ മാറ്റങ്ങളും ആശങ്കകളും അവർ പങ്കുവച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് പാറമേൽ, സെക്രട്ടറി TV വിനീത്, ട്രഷറർ ഷെജിൻ ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പെക്ട്രം ബഡ് സ്പെഷ്യൽ സ്കൂളിൽ രക്ഷാകർതൃ സംഗമം സംഘടിപ്പിച്ചു. കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും രക്ഷിതാക്കൾക്ക് പരസ്പരം ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിനും സംഗമം വേദിയായി. ഒരുമിച്ച് ചിരിക്കാം, ഒരുമിച്ച് മുന്നേറാം എന്ന സന്ദേശത്തോടെയാണ് ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാബിറ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീബ് കൊക്കൂർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ഇസ്മയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജന ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 49 നമ്പർ ചിത്തിര അംഗൻവാടിയിലേക്ക് വാട്ടർ ബോട്ടിലും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ചൂണ്ടൽ ചിത്തിര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വാട്ടർ ബോട്ടിലും മധുരപലഹാരങ്ങളും നൽകിയത്.
ചിത്തിര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV രാധാകൃഷ്ണൻ അംഗൻവാടി കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലും മധുരപലഹാരങ്ങളും കൈമാറി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. അംഗൻവാടി വർക്കർ വിജയലക്ഷ്മി, ഹെൽപ്പർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം ഓഗസ്റ്റ് 15-ാം തീയതി നടക്കും. കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന യോഗത്തിൽ PPC ട്രഷറർ KV ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. പ്രഗത്ഭർ വചന ശുശ്രൂഷ നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,015 രൂപ, പവന് 1,12,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം വേലൂർ മാക്കേത്ത് കൊച്ചുകൃഷ്ണൻ നായർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. പരേതയായ കാർത്തിയായിനി അമ്മ ഭാര്യയും സുരേഷ്, ശിവദാസൻ, മനോജ്, സുധ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് സെന്ററിൽ വർഷങ്ങളായി സ്കൂട്ടറിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന 67-കാരനെ കബളിപ്പിച്ച് 3,350 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളുമായി അജ്ഞാതൻ മുങ്ങി. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. 3 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി. പന്നിത്തടം നീണ്ടൂർ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് കോടതി ശിക്ഷിച്ചത്. ആളൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു. കിഴക്കാളൂരിലെ ക്ഷേത്ര മൈതാനിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷണം പോയത്. മേഖലയിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം സജീവമായതിനാൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് തുറന്ന് സമ്മതിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ബസ് സ്റ്റാൻഡ് ചിങ്ങം 1 മുമ്പ് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ അടച്ചുകെട്ടിയത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തുറക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ. അന്ത്യപ്രവാചകന്റെ പുണ്യപ്പിറവിയാൽ അനുഗ്രഹീതമായ റബീഉൽ അവൽ മാസത്തെ വരവേറ്റ് വിശ്വാസികൾ. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾക്കൊരുങ്ങി മുസ്ലിം സമൂഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.